ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. തിരുവില്ലാമല പറക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ സ്റ്റീൽ റോഡ് മോഷണം പോയതായി പരാതി. തിരുവില്ലാമല പറക്കോട്ട് ഭഗവതി ക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ച സ്റ്റീൽ റോഡുകൾ മോഷണം പോയതായി പരാതി. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് സ്റ്റീൽ റോഡുകൾ മോഷണം പോയതായി കണ്ടത്. ഡിസംബർ മാസത്തിൽ നടത്തിയ താമ്പൂല പ്രശ്നത്തിൽ കാവിനുള്ളിലേക്ക് വാഹനം കടത്തരുത് എന്ന നിർദ്ദേശം പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താലപ്പൊലിയോടനുബന്ധിച്ച് സ്റ്റീൽ റോഡുകൾ സ്ഥാപിച്ചത്. ഇവയാണ് മോഷണം പോയിരിക്കുന്നത് എന്ന് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് മുരളി മേനോൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വണ്ടികളൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല എന്നുള്ളതൊരു നിമിത്തത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ താലപ്പൊലിയെല്ലാം കഴിഞ്ഞ് ഇന്ന് കുടിയിറക്കാണ്. അപ്പോൾ തലേ ദിവസം ഇന്നലെ വൈകുന്നേരം ഒരു 6:30 മണിയോട് കൂടിയിട്ട് സ്റ്റീലിൻ്റെ റോഡുകൾ ഒരു 4 എണ്ണം ഞങ്ങളിവിടെ ഫിക്സ് ചെയ്തു. ആൾക്കാർക്ക് ഉള്ളിലേക്ക് കിടക്കാം, പക്ഷേ വണ്ടികൾക്കൊന്നും കിടക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 4:30 4:45 ആയപ്പോഴാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ഞങ്ങളുടെ സെക്രട്ടറി വിളിച്ച് പറയണത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, സമ്മതം കളവ് പോയിരിക്കണോ കാണാനില്ല എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് രാവിലെ ഞങ്ങളെല്ലാവരും കൂടി വന്ന് ഇവിടെ എല്ലാം അന്വേഷിച്ചു, ആൾക്കാരെ വിളിച്ച് അന്വേഷിച്ചു, ആർക്കും ഒന്നും അറിയില്ല. തൊടികളൊക്കെ അന്വേഷിച്ചു തെരഞ്ഞു നോക്കി, എവിടെ ഇത് കിട്ടിയില്ല. CCTV ക്യാമറകൾ സ്ഥാപിക്കാതിരുന്നത് കാരണം ആരാണ് കൊണ്ടുപോയതെന്ന് അറിയില്ല എന്നും ദേവസ്വം ഓഫീസിലേക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ദേവസ്വം ഓഫീസിൽ നിന്നും പോലീസിനും പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം താലപ്പൊലിക്ക് ഇവിടെ CCTV ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അവരത് 1 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് അഴിച്ചു കൊണ്ടുപോയത്. കഴിഞ്ഞ കൊല്ലം താൽക്കാലികമായിട്ടാണ് വെച്ചത്. അപ്പോൾ ഈ കൊല്ലം അത് വെക്കാത്തത് കൊണ്ട് പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണത്. അപ്പോൾ അങ്ങനെ ക്യാമറ ഇവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ആളെ കണ്ടുപിടിക്കാമായിരുന്നു ആരാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ദേവസ്വത്തിനോട് പറയുന്നുണ്ട്, ക്യാമറ വീണ്ടും സ്ഥിരമായിട്ട് പെർമനൻ്റ് ബേസിസിൽ ക്യാമറകൾ വെക്കണം എന്നുള്ളത് ഞങ്ങൾ വീണ്ടും ഒന്നുകൂടി അവരുടെ അടുത്ത് അപേക്ഷിക്കുന്നുണ്ട്. ദേവസ്വം ഓഫീസിലേക്ക് പരാതി കൊടുത്തു, രേഖാമൂലം പരാതി കൊടുത്തു, ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മേൽനടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് അവരത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരും പരാതി എഴുതി കൊടുക്കുന്നുണ്ട്.